ഡോക്ടറെ എനിക്ക് മെൻസസിന് സമയത്ത് സഹിക്കാൻ വയ്യാത്ത വേദനയാണ് ഡിസ്മെനോറിയ. അതുപോലെ തന്നെ ഞാൻ മറ്റേ ഡോക്ടർ പറഞ്ഞിട്ട് സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ ബൾക്കി യൂട്രസ് വിത്ത് അഡിനോമയോസിസ്. എന്താണ് ഈ അഡിനോമയോസിസ്? എന്താണ് അതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ്? എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ്? അഡിനോമയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന് 3 ലെയർ ആണുള്ളത്. അതിന്റെ ഇന്നർ ലെയറിനാണ് എൻഡോമെട്രി എന്ന് പറയുന്നത്. അതാണ് ഞാൻ മുമ്പ് എൻഡോമെട്രിയോസിസിനെ പറ്റി പറഞ്ഞത്. പ്രീവിയസിൽ നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാകും. പിന്നെ യൂട്രസിന്റെ നടുക്കുള്ള ലെയറാണ് മയോമെട്രി എന്ന് പറയുന്നത്. ഇതിലുള്ളതാണ് സീറസ് കോട്ട്. അപ്പൊ ഈ യൂട്രസിന്റെ അകത്തുള്ള ഈ തിൻ ലെയർ എൻഡോമെട്രിയം, മെൻസസ് സമയത്ത് താഴേക്ക് പോകുന്ന ആ ലെയർ അതിനെ പിയേഴ്സ് ചെയ്ത് മസിൽ ലെയർ, അതിന്റെ മിഡിൽ ലെയറിൽ വരും. അതിനാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. ഈ അഡിനോമയോസിസിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? നമ്മുടെ ഇവിടെ ഈ യൂട്രസിന്റെ അകത്ത് ഒരു ബ്രീച്ച് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്ന് പൊട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് ആ സെൽസ് നേരെ ഭിത്തിയിലേക്ക് കയറും. അത് റിപ്പീറ്റഡ് ആയിട്ട് സിസേറിയൻ കൊണ്ടോ ഓപ്പറേഷൻ കൊണ്ടോ ഡിയാൻസി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാലും ആ ഇന്നർ ലെയർ പൊട്ടിക്കഴിഞ്ഞാൽ മസിൽ ലെയറിലേക്ക് പോകും. ഇതിനാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്താ? ഇവരും എൻഡോമെട്രിയോസിസ് പോലെ തന്നെ സിവിയർ പെയിൻ എന്ന് പറഞ്ഞാൽ കൺജസ്റ്റീവ് ഡിസ്മെനോറിയ എന്ന് പറയും. മെൻസസിന് 2-3 ദിവസം മുമ്പേ പെയിൻ തുടങ്ങും. അത് 3-4 ദിവസം കഴിഞ്ഞാലും പെയിൻ. എന്ന് പറഞ്ഞാൽ മസിൽസ് എല്ലാം ബൾക്കി ആയിരിക്കും. മസിൽസിന്റെ അകത്താണ് ഈ മെൻസസിന്റെ പെയിൻ വരുന്നത്. പക്ഷെ നമ്മൾ ഈ എൻഡോമെട്രിയോസിസും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ എൻഡോമെട്രിയോസിസ് റീപ്രൊഡക്റ്റീവ് ഏജ് തുടങ്ങി മെനോപോസ് വരെയാകാം, മെൻസസ് നിൽക്കുന്നോടം വരെയാകാം. പക്ഷെ അഡിനോമയോസിസ് കൂടുതലായിട്ട് കാരണം ഞാൻ പറഞ്ഞതുപോലെ 2-3 സിസേറിയന്, ഡിയാൻസി, ഓപ്പറേഷൻസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഒക്കെ വന്നിട്ട് അപ്പൊ ഇതൊരു 40 വയസ്സിന് ശേഷമാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഏജ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ സെക്സിന് സമയത്ത് ഡിസ്പരൂനിയ എന്ന് പറയും. സെക്സിന് മുമ്പും പിമ്പും ആ സമയത്തെല്ലാം ഭയങ്കര പെയിൻ ആയിരിക്കും. പിന്നെ ഒരു ബൾക്കി യൂട്രസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കാനിങ്ങിൽ പറയും ബൾക്കി യൂട്രസിന്റെ സൈസ്, ഈ മസിൽ വലുതാകുന്നിടത്ത് സൈസ് കൂടും. എൻഡോമെട്രിയസ് യൂട്രസ് നോർമൽ ആയിരിക്കും, പക്ഷെ ചോക്ലേറ്റ് സിസ്റ്റ് ആയിരിക്കും, ഓവറി ആയിരിക്കും വലുതാകുന്നത്. അപ്പൊ ഈ മസിൽസ് വലുതാകുന്നതുകൊണ്ട് നമുക്കൊരു ഭാരം, വെയിറ്റ്, ലോവർ അബ്ഡോമിനിൽ എന്തോ ഒരു പ്രഷർ എഫക്ട് വരും. അതാണ് അതിന്റെ വേറൊരു കണ്ടീഷൻ. പെയിൻ വരിക, പെരൂനിയ, ഡിസ്മെനോറിയ, ഒരു വെയിറ്റ് പോലെ എന്താ യൂട്രസ് വരിക. ഇങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ അതുപോലെ പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് ആയിരിക്കും. ഒരു 10 ദിവസത്തിന് വരെ ബ്ലീഡിംഗ് ഉണ്ടാകാം, അതിലൂടെ വിത്ത് പെയിനും ഉണ്ടാകാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെ ഒരാൾ വരുമ്പോൾ നമുക്കൊന്നും ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്യുക, അനീമിയ ഉണ്ടോ എന്ന് നോക്കാം, വേറെ വജൈനൽ എക്സാമിനേഷൻ ചെയ്യാം. അപ്പൊ നമ്മൾ യൂട്രസ് നോക്കുമ്പോൾ ടെൻഡർ ആയിരിക്കും, പെയിൻ ഉണ്ടാകും നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ. അതുപോലെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ റിപ്പോർട്ട് വരും, ബൾക്കി യൂട്രസ്, അഡിനോമയോസിസ് റൂൾ ഔട്ട്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ട്യൂമർ മാർക്കർ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ എൻഡോമെട്രിയോസിസ് CA-125 ചെയ്യാം. അതുപോലെ ട്യൂമർ മാർക്കർ വേണമെങ്കിൽ MRI ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കൗൺസിലിംഗ് കൊടുക്കും. നിങ്ങൾക്ക് ഇതാണ് കണ്ടീഷൻ, ഈ ഇന്നർ ലെയർ മസിൽ കയറിയിട്ടുള്ളത് മയോമെട്രിയൽ അഡിനോമയോസിസ് എന്ന് പറയും. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പെയിൻ നമ്മൾ ഏജ് അനുസരിച്ച്, മോസ്റ്റ്ലി ആഫ്റ്റർ 40 ആണ്, ഏജ് അനുസരിച്ച് നമ്മൾ പറയും പെയിൻ കില്ലേഴ്സ് കഴിച്ചു നോക്കാം. അതുപോലെ തന്നെ ഹോർമോൺ ട്രീറ്റ്മെന്റ്, പ്രൊജസ്ട്രോൺ കൊടുക്കുക. ഈസ്ട്രജൻ അല്ല, പ്രൊജസ്ട്രോൺ, ഓറക്കോൺട്രസെപ്റ്റീവ്, മെൻസസ് ഇല്ലാണ്ടിരിക്കുക, അതാണ് അതിന്റെ ഉദ്ദേശം. പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ സുഡോ പ്രഗ്നൻസി എന്ന് പറയുന്ന പോലെ മെൻസസ് ഇല്ലാണ്ട് ഒരു അവസ്ഥയാക്കുക, ഹോർമോൺ കൊടുത്ത് മെൻസസ് ഇല്ലാണ്ടാക്കുക. അതുപോലെ തന്നെ മെറീന വളരെ എഫക്റ്റീവ് ആണ്. ഈ കോപ്പറ്റീവ് കോയിലിന്റെ അകത്ത് ഇടുന്നതാണ് പ്രൊജസ്ട്രോൺ, ഹോർമോൺ ഇംപ്രഗ്നേറ്റഡ്, ലിവോനോർജസ്റ്റിൽ ഇംപ്രഗ്നേറ്റഡ് ഒരു കോയിലാണ്. അത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ 5 വർഷം വരെ അത് അവിടെ ഇരിക്കും. അപ്പൊ മെൻസസ് കുറഞ്ഞു വരും. അപ്പൊ ഇവിടെ കംപ്ലൈന്റ് മാറും. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ഫൈനൽ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ ട്രീറ്റ്മെന്റ് ചോദിച്ചാൽ ഗർഭപാത്രം എടുത്ത് കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഡിപ്പെൻഡിങ് ഓൺ ദ സയൻസ്, സിംറ്റംസ്, പേഷ്യന്റ് ഏജ്, ഇങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ സർജറി വേണോ വേണ്ടോ തീരുമാനിക്കുന്നത്. മിക്കവാറും ആൾക്കാർക്കും സർജറി വേണ്ടി വരാം. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡയഗ്നോസിസ് എന്താണെന്ന് മനസ്സിലാക്കി സ്കാൻ ചെയ്ത് ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തി ഡോക്ടർ പറയുന്ന പോലെ പെയിൻ കില്ലേഴ്സ്, ഓറക്കോൺട്രസെപ്റ്റീവ്സ്, പ്രൊജസ്ട്രോൺ, മെറീന പോലുള്ള കോയില്, പിന്നെ GnRH അന്റഗോണിസ്റ്റ്, ആഗണിസ്റ്റ് സർജറി എന്തെങ്കിലും സൂട്ടബിൾ ആയിട്ട് ഏജ് അനുസരിച്ച് തിരഞ്ഞെടുക്കുക. ആ ഡോക്ടറുടെ അഡ്വൈസ് കേൾക്കുക.